നമസ്കാരം. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്തകളും അവരുടെ ഓഫീസ് തകർത്തപ്പെട്ടു എന്ന വാർത്തകളൊക്കെ ന്യൂസ് 18 എന്ന് പറയുന്ന മറ്റൊരു മലർമാധ്യമം ഇട്ട് കോൾമേര് കൊണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊന്നേ പറയാനുള്ളൂ. അതിന് വെച്ച വെള്ളത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും പാലും കൂട്ടി ബദാമും കൂട്ടി 2 നേരം അങ്ങോട്ട് നബസ്യ കഴിക്കുക എന്ന് മാത്രമാണ്. 3 അപ്ഡേഷൻസ് ആണ് എനിക്ക് തരാനുള്ളത്. ഒന്ന്, ഇസ്രായേലിൽ നിന്ന് നാട്ടിൽ പോയവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നിങ്ങളുടെ re-entry visa, അതായത് foreign workers who left Israel and received a re-entry visa valid between February 28, 2026 to March 2026, അതായത് മാർച്ച് 14 വരെയുള്ളവർക്ക് ഈ വർഷം മാർച്ച് 21 വരെ നിങ്ങളുടെ വിസ അല്ലെങ്കിൽ റീഎൻട്രി വിസ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഹാപ്പി ന്യൂസ് ആണ്. നോ നീഡ് ടു വിസിറ്റ് PIBയുടെ സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദ എക്സ്റ്റൻഷൻ ഈസ് അപ്ഡേറ്റഡ് ഓട്ടോമാറ്റിക്കലി ഇൻ ദ സിസ്റ്റം. നിങ്ങളുടെ സിസ്റ്റങ്ങളിൽ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യം നാട്ടിൽ പോയിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, സേഫ്റ്റി റൂമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 99% വീടുകളിൽ സേഫ്റ്റി റൂം ഉണ്ട്. ചില പേഷ്യന്റ് സേഫ്റ്റി റൂമിൽ പോകാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് അവരുടെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം. അതിന്റെ അർത്ഥം നിങ്ങൾ പോകാതിരിക്കണം എന്നല്ല. നിങ്ങളുടെ പേഷ്യന്റ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിരിക്കണം. നിങ്ങളുടെ ജീവനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് ഇന്നലകളിലെ നമ്മളുടെ PIBയിലെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കുക. ഇൻ കേസ് പേഷ്യന്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിക്കൊള്ളുക. അതിന്റെ പേര് നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ കാര്യങ്ങളോ പോകില്ല. അതിന്റെ പേര് മക്കൾ വേറെ എവിടെയെങ്കിലും നിന്ന് നിങ്ങളെ വഴക്ക് പറയോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏജൻസിക്ക് കംപ്ലൈന്റ് ചെയ്യാം. ഉറപ്പായിട്ടും ജോലി മാറുവാനുള്ള സാഹചര്യമുണ്ട്. ജോലി മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് എന്നുള്ള കാര്യം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ജോലി ചെയ്യുന്ന, നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ അപ്പന്റെയും അമ്മയുടെ അല്ലെങ്കിൽ ആബായിമാർ അവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെയാണ് ഈ ഒരു മിലിറ്ററി ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അവരുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ അല്ലെങ്കിൽ അവരുടെ അപ്പച്ചനും അമ്മയ്ക്കും കാണാൻ വേണ്ടിയൊക്കെ അവരുടെ മക്കളുടെയൊക്കെ മിലിറ്ററി ഫോട്ടോസും ഒക്കെ ഉണ്ടാവും. കാര്യം അവരുടെ വീട് എന്നത് സേഫാണ്. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളും ഒക്കെ അത് പല ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പലയിടത്തിരിക്കുന്ന പലരും അത് നോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഇവിടെയുള്ള മിലിറ്ററിക്കാരോ അല്ലെങ്കിൽ മൊസാദ് അല്ലെങ്കിൽ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഇതിന്റെ പ്ലാൻഡ് ആയിട്ടുള്ളവരൊന്നും അവരുടെ ഫേസ് കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന വീട്ടിന്റെ വീഡിയോസോ കാര്യങ്ങളിലോ എവിടെയെങ്കിലും നിങ്ങളുടെ ഇവിടെയുള്ള മക്കളുടെയോ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെയോ അല്ലെങ്കിൽ മിലിറ്ററി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് മറച്ചു വച്ചിട്ട് ഇടാൻ നോക്കുക. നിങ്ങളുടെ വീഡിയോ സ്വാതന്ത്ര്യത്തെയും നിങ്ങളുടെ മീഡിയ സ്വാതന്ത്ര്യത്തെയും ഞാൻ